ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റേഷൻ കടയിലത്തെ ആട്ടപ്പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അടിപൊളി പാലപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെയാണ്, വയലിട്ടാൽ എനിഞ്ഞു പോകുമെന്ന് പറയില്ല, അതുപോലെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതുമ്പോൾ പറ്റി പിടിച്ചിരിക്കും പൊടികൾ. ഇതിലേക്ക് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. ആട്ടപ്പൊടി അരിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ആൾക്കാരനുസരിച്ച് വേണം പൊടി എടുക്കാനായിട്ട് കേട്ടോ. ഇതിലേക്ക് 3/4 ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് കാണിച്ചില്ല കേട്ടോ, ആ ഭാഗം കട്ടായിപ്പോയി. ഇത് കുറച്ച് ലൂസാക്കിയതിന് ശേഷമാണ് അരയ്ക്കണത് കേട്ടോ. ഒരു മിനിറ്റോ 1.5 മിനിറ്റോ മതി. നാളികേരം ഒന്ന് അരഞ്ഞ് കിട്ടണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും, 3/4 മണിക്കൂർ ആകുമ്പോഴേക്കും അത് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ സ്കൂളില്ലാത്ത കാരണം കുറച്ച് ഒരു 1.5 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എടുത്തത്. അപ്പോഴേക്കും അത് പൊന്തി മേലേക്ക് എത്തിയിട്ടാ. ഇനി ഇത് ഉണ്ടാക്കാം. വെള്ളപ്പച്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഒഴിച്ച വശം തന്നെ മൂടി വയ്ക്കരുത്. ഒഴിച്ചൊന്ന് ഇതുണ്ടല്ലോ, കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് വേണം മൂടി വയ്ക്കാനായിട്ട്. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. ഇതെടുക്കാം. അപ്പോൾ നമ്മൾ തലേദിവസം ഇനി അരച്ച് വെക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഉണ്ടാക്കിയാൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. ജോലിക്ക് പോണവർക്കൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പാലപ്പമാണ്. മുട്ടക്കറി ഉണ്ടിട്ട് അതിൽ കൂടെ എളുപ്പത്തിന് എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ്. രണ്ടാമത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ, ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല സ്വാദുണ്ട് കേട്ടോ. നമ്മൾ അരിയുടെ പാലപ്പത്തിനേക്കാളും സ്വാദുണ്ട് ഇതിന്. ഇതായിട്ടുണ്ട് കണ്ട, നല്ല പഞ്ഞി പോലത്തെ. ഇതെടുക്കാം. അപ്പോൾ ഗോതമ്പൊടിയൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തുണ്ടാക്കുക. രാവിലെ നോക്കുമ്പോൾ നമ്മൾ തലേദിവസം ഒന്ന് അരച്ച് വെച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ രാവിലെ അരച്ച് വെച്ചാൽ മതി. കണ്ട, നല്ല പാലപ്പായിട്ടുണ്ട്. ഈ മുട്ടക്കറിയിലേക്ക് മുട്ട ആദ്യം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. കുറച്ച് വിനാഗിരി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടി ഇങ്ങനെ പുറത്തേക്ക് വരില്ല. ഒരു വിസിലുകൊണ്ട് വെന്ത് കിട്ടൂടെ. ഞാൻ എപ്പോഴും കുക്കറിൽ തന്നെയാണ് മുട്ട പുഴുങ്ങാറ്, അപ്പോൾ ഗ്യാസ് ലാഭിക്കാമല്ലോ. ഇപ്പോൾ മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം കുക്കറിൽ തന്നെ നമുക്ക് സബോള വട്ടാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സബോള എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി വഴറ്റി കൊടുക്കാം. എളുപ്പത്തിനുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇങ്ങനത്തേക്കാണ് എപ്പോഴും നല്ലത്, പെട്ടെന്ന് കഴിയുമല്ലോ. ഒന്ന് വടി വരട്ടെ. ഒന്ന് പതുക്കൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാടി കിട്ടും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് വഴറ്റണം, എന്നിട്ട് വേവിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇത് മുട്ടക്കറിക്ക് കുറച്ച് മുളക് പൊടി മതിയല്ലോ. അപ്പോൾ നമ്മൾ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടില്ല കേട്ടോ, മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. മുട്ടക്കറി മുന്നേ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. എന്നാലും എളുപ്പത്തിനുള്ള മുട്ടക്കറി ഇങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. രാവിലെയൊക്കെ നമുക്ക് എളുപ്പമാണല്ലോ എപ്പോഴും ആവശ്യം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിഞ്ഞു. നമ്മൾ വയറ്റി ചീനിച്ചട്ടിയിലൊന്നും വയറ്റി ഇരിക്കണ്ടല്ലോ. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി വെന്തൊന്നും വരേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും കുറച്ച് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം.
എളുപ്പത്തിലുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അറിയാത്തവരുണ്ടാക്കി നോക്കുക കേട്ടോ, മിക്കവർക്കും അറിയായിരിക്കും. ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ്സിനേക്കാളും കുറച്ചും കൂടി ഇട്ടിട്ട് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടി കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട്. പിന്നെ വേണമെങ്കിൽ ഈ സമയത്ത് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി മുട്ടക്കറി കേട്ടോ. പെട്ടെന്നൊരു മുട്ടക്കറി ഇങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് അത്. ഇതിലേക്ക് മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കുക. ഓരോ മുട്ട പുഴുങ്ങിയത് വരഞ്ഞത് കേട്ടോ, വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇരുന്നിട്ട് ഒന്നുകൂടി കട്ടിയാവും. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. 2 കൂടിയും കഴിക്കാനായിട്ട് ഇതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ, പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ബിരിയാണി വയ്ക്കുമ്പോൾ അതിന് ചിക്കൻ റോസ്റ്റ് ആക്കുമല്ലോ, അപ്പോഴും ഇത്തിരി പഞ്ചസാര ഒരു നുള്ള്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും ആ കറിക്ക്.